What's up guys, it's me Isam. So welcome back to my YouTube channel. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് iOS ഡിവൈസിലെ ഫയൽസ് നമുക്ക് iTunes ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ iTunesലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആപ്പിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു മെത്തേഡ്. പിന്നെ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. പക്ഷെ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് iTunes ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു മെത്തേഡിന് വേണ്ടി നിങ്ങൾക്ക് പ്രധാനമായും വേണ്ടത് ഒരു കമ്പ്യൂട്ടറും അതുപോലെ ഒരു ലൈറ്റിംഗ് കേബിളുമാണ്. സോ നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് മെത്തേഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഫയൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂവി ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഒരു മൂവി ഫോർമാറ്റ് പലപ്പോഴും ആളുകൾ നമ്മുടെ ഐഫോൺ യൂസേഴ്സൊക്കെ ചെയ്യുന്നത് VLCയിൽ സേവ് ചെയ്യുകയാണ്. ചില VLC എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് അതിൽ തന്നെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ VLCയിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് iTunesലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. എന്നാൽ നമ്മളിപ്പോൾ വേറൊരു ഫയൽ ഫോർമാറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ iTunesൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല. അതായത് iTunes കുത്തുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ആ ഫയൽസ് ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന iOSൽ നമുക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ. അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ അതിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയലിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ iTunesൽ ആ ഒരു ഫയൽ ഡിറ്റക്റ്റ് ആവുന്നതാണ്. സോ ആദ്യം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ലൈറ്റിംഗ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ iTunes ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ ഐക്കൺ ഇവിടെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഐക്കണുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങളുടെ ഡിവൈസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്സ്, അതുപോലെ ലൈബ്രറി, ഫയൽ ഷെയറിംഗ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫയൽ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഫയൽ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ ഷെയറിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്സ് ലിസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ ഞാൻ VLC എന്നുള്ളൊരു ആപ്പാണ് ഇതിൽ ഞാൻ എൻ്റെ ഫയൽസൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫിലിം ഫോർമാറ്റ് ഞാൻ ഇതിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഫോർമാറ്റുകളാണ്, വേറെ ഫയൽ ഫോർമാറ്റ്സ് ആണെങ്കിൽ, അതായത് ഇതിന് നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഫയലിൽ ഡിക്റ്റേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iOS ആപ്പായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ നിങ്ങൾ അതിലേക്ക് അതിൻ്റെ സ്റ്റോറേജിലേക്ക്, അതിൻ്റെ ഫയൽ സ്റ്റോറേജിലേക്കും മൂവ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഇതിലേക്ക് മൂവ് ചെയ്ത ഫയൽ ഇതിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സിമ്പിളാണ്. ഇനി നിങ്ങളുടെ ഫയൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇടുക. ഓക്കെ, ദെൻ ഫൈനലി യുവർ ഫയൽ ഹാസ് ബീൻ ഷെയർ. സോ നമ്മുടെ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇറ്റ്സ് മീ ഇസാം സൈനിങ് ഓഫ് ആൻഡ് ബൈ യോ.